ഹായ് എവ്രിവൺ. അങ്ങനെ മറിയക്കുട്ടിയുടെ 7ാമത്തെ പിറന്നാളെത്തി. പിറന്നാളിന് ടോജോയുടെ അമ്മ വീട്ടിൽ നിന്ന് റിലേറ്റീവ്സൊക്കെ വന്നപ്പോഴാണ് കുട്ടിക്കാനത്തേക്ക് ഞങ്ങൾക്കൊരു സ്റ്റേക്കേഷനുള്ള ഇൻവിറ്റേഷനും കൂടെ കിട്ടുന്നത്. ചേട്ടായിയുടെ പിറന്നാളിന് വർക്കലയ്ക്ക് പോയതുകൊണ്ട് മറിയയുടെ പിറന്നാളിന് ഒരിടത്തും കൊണ്ടുപോയില്ല എന്നുള്ള പരാതിയൊക്കെ വെക്കേഷൻ ടൈമിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത്. അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞിലേ മുതലേ അങ്ങനെയാണ്. അതിൽ ഇപ്പോൾ കുറച്ച് മാറ്റം വന്നത് ഫ്രണ്ട് സീറ്റിലിരിക്കാൻ തുടങ്ങിയപ്പോൾ കാഴ്ചകൾക്ക് അത്രയൊരു ഭംഗിയില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് സൈഡിലെ വിൻഡോയിൽ കൂടെ കാഴ്ചകൾ കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി ഒക്കെ തോന്നാറ്. അപ്പോൾ അതൊക്കെ കണ്ട് അട്രാക്റ്റീവായിട്ടുള്ള ഓരോ വിഷ്വൽസും ചിലപ്പോൾ പെട്ടെന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് തോന്നും. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ കുട്ടിക്കാനത്ത് എത്തിയിട്ടോ. ഇവിടെ ഓപ്പൺ കിച്ചണിൽ ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. നല്ല ഫുഡായിരുന്നു അന്ന്. അപ്പം ഞങ്ങളെല്ലാം ഫാമിലി ആയിട്ട് ഇവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് റിസോർട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വളവും തിരിവും എല്ലാം കടന്ന് ഞങ്ങൾ കുട്ടിക്കാനത്ത് എത്തിയപ്പോഴത്തേക്ക് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നാട്ടിലെ കൊടും ചൂടും ഉഷ്ണതാപവും എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തിയപ്പോൾ ശരിക്കും ശാപമോഷം കിട്ടിയ പോലെ ആയിരുന്നു. അതിൽ ഞങ്ങളെ ഞെട്ടിച്ച് കളഞ്ഞത് ഈ വീടാണ് കേട്ടോ. ഒരു ദിവസത്തേക്ക് താമസിക്കാനായിട്ട് ഞങ്ങൾക്കൊരുങ്ങുന്ന, ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളൊരു വീട്. അത് ശരിക്കും ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. വണ്ടി നിർത്തിയതും ആദ്യം കുട്ടികൾ ചാടി കയറിയത് ഈ പ്ലേ ഏരിയയിലാണ് കേട്ടോ. കുട്ടികൾ ഇവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ ഞങ്ങളെയും വിളിച്ച് അങ്ങോട്ടേക്ക് കയറ്റി. ഇവിടുത്തെ പല പ്ലേയിങ് എക്യുപ്മെൻറ്റ്സും പൊട്ടിച്ചിട്ട് പോലുമില്ല, പ്ലാസ്റ്റിക് കൂടി നീക്കിയിട്ട് പോലുമില്ല. അത്രയും നല്ല പുതുപുത്തൻ എക്യുപ്മെൻറ്റ്സ് ആയിരുന്നു. ഞങ്ങളും ആ കൂടെ കൂടി. അപ്പോഴാണ് ഓർത്തത് റൂമിലേക്ക് പോയവർ അത് അലങ്കോലമാക്കുന്നതിന് മുമ്പ് തന്നെ റൂമിൻ്റെ ഒരു വീഡിയോ എങ്കിലും എടുത്തില്ലെങ്കിൽ അതുപോലെ നിങ്ങളെ കാണിക്കാനായിട്ട് വൃത്തിയായിട്ടുണ്ടാവില്ല. ചെരുപ്പിടുത്തോ. ഇതൊരാളുടെ വീടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ മിനിമം 3 ഫാമിലീസ് എങ്കിലും ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ ആ വീട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് മാറും കേട്ടോ. ഇതാണ് മന്ദാരം എന്ന് പറഞ്ഞ മരം. അതെ, അതാ മരിക്കുള്ളത്. ആ കാണുന്ന ബ്രൗൺ കളർ ചുമല അതിന്റെ പെയിന്റ് വ്യത്യാസമുണ്ട്. നമ്മുടെ വീടിന്റെ പുറകുവശത്തായിട്ട് തന്നെ ഒരു ടവർ ഉണ്ട് കേട്ടോ. ഈ ടവറിന്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് കുട്ടിക്കാനം ഏരിയ മുഴുവനും നല്ലതായിട്ട് കാണാൻ പറ്റും. അതുപോലെ നല്ല കാറ്റുമാണ്. അപ്പം നല്ല രസമാണ് ഇതിന് മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ. ആ വ്യൂവും കാറ്റും ഒക്കെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ സമയം ഒട്ടും കളയാതെ സ്വിമ്മിംഗ് പൂളിലേക്ക് വൈകുന്നേരം തന്നെ ഇറങ്ങി.
പിന്നെ ഞങ്ങളിവിടെ ഏകദേശം 5-6 മണിക്കൂർ ഈ വെള്ളത്തിൽ തന്നെയായിരുന്നു. കാരണം ഇതൊരു പ്രൈവറ്റ് പൂളാണ്. ഈ പൂളാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ വേറെ എവിടെയെങ്കിലും സ്റ്റേക്കേഷനൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആൾക്കാർ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കയറേണ്ടി വരും. പക്ഷേ ഇത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള പൂളായത് കാരണം നമുക്ക് എന്തെങ്കിലും ഗെയിംസൊക്കെ നമുക്ക് ഫാമിലി ആയിട്ട് ഒരുമിച്ച് അവിടെ നിന്ന് കളിക്കാനും അതുപോലെ നല്ലൊരു സമയം ഇതിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് നല്ല മെമ്മറീസ് ഉണ്ട് ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിലൊക്കെ. ഇവിടെ വരുന്ന എല്ലാവർക്കും അത് ഏറ്റവും അട്രാക്റ്റീവ് ആയിരിക്കും തോന്നുന്നു. അതുപോലെ താഴെയെല്ലാം നല്ല ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാം കോയിനൊക്കെ ഇട്ടൊക്കെ കളിച്ചാലും നല്ലതായിട്ട് കാണാൻ പറ്റുമെല്ലാം. എപ്പോഴും ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു പൂളിലെ വെള്ളം നന്നായിട്ട് ക്ലീനുമായിരുന്നു. അതുപോലെ ടെമ്പറേച്ചർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് കയറിയിട്ട് വരുമ്പോഴും നമുക്ക് പെട്ടെന്നൊരു ടെമ്പറേച്ചർ ചേഞ്ച് നമ്മുടെ ബോഡിക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. ഇവിടുത്തെ ഫുഡെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അനുസരിച്ചാണ് അവർ ഉണ്ടാക്കി തരുന്നത്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് അവർ നമുക്ക് കുറേ സജഷൻസ് തരും. അതനുസരിച്ചാണ് അവർ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. ഒരു ഹോംലി ഫുഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇവിടുന്ന്. പിന്നെ ഞങ്ങളന്ന് കുറച്ച് നേരം ഏകദേശം പൂളിൽ നിന്ന് കയറിയപ്പോൾ തന്നെ 10:30 ആയി. പിന്നെ അധികം നേരം ഞങ്ങളങ്ങനെ കാർഡ്സൊക്കെ കളിച്ചിരുന്ന് പിറ്റേ ദിവസം എണീറ്റു. പിറ്റേ ദിവസം രാവിലെ വീണ്ടും സ്വിമ്മിംഗ് പൂളിൽ പോകണം എന്ന് പറഞ്ഞ് പിള്ളേരൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഒരു ദിവസത്തേക്കാണ് കേട്ടോ സ്റ്റേ പ്ലാൻ ചെയ്തത്. അപ്പം വീണ്ടും നമ്മൾ പ്ലേ ഏരിയയിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്തത്. ചുറ്റിനുമുള്ള പൂക്കളും പിന്നെ അവരുടെ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അതൊക്കെ കണ്ട് കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളും കൂടി വലിയവർക്കും കൂടി അതുപോലെ പ്ലേ ഏരിയയിലൊക്കെ ഒന്ന് കയറണമെന്ന് ആഗ്രഹം തോന്നി. ഞങ്ങളെല്ലാവരും തന്നെ അതിലൊക്കെ കയറി നന്നായിട്ട് എൻജോയ് ചെയ്തു. കാരണം അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പം നമ്മൾ കുട്ടികളാവുന്നതുകൊണ്ടും ഒരു കുഴപ്പമില്ലല്ലോ. അപ്പം ഞങ്ങൾ അത് എത്രത്തോളം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത ഞങ്ങളുടെ ഒരു നല്ല ഫാമിലി ടൈമായിരുന്നു ഈ ഒരു ട്രിപ്പ്. ഈ വീട്ടിൽ മൊത്തം 8 റൂംസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഇതിലേക്കുള്ള എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ കോൺടാക്റ്റ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. അതുപോലെ ഇവിടെയും കൂടെ കാണിച്ചേക്കാം കേട്ടോ.